إن الحمد لله والصلاة والسلام على من لا نبي بعد وعلى آله وصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم സാമിദൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പുണ്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയുള്ള പ്രയാണത്തിലാണ് നാം. അല്ലാഹു ഇതുവരെ നാം അനുഷ്ഠിച്ച നോമ്പുകളും നിർവഹിച്ച തറാവീഹ് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ദുആകളും സദഖകളും മറ്റ് സൽക്കർമ്മങ്ങളുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയും റമദാനിൻ്റെ ശേഷിക്കുന്ന ദിനങ്ങളിൽ ആരോഗ്യത്തോടുകൂടി ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതിനാലാണ് റമദാനിൽ നാം നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു റമദാൻ നമ്മിലൂടെ കടന്നു പോവുക എന്നത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായ ഒന്നല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അറിയിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ റമദാനായാൽ ആ റമദാനിൻ്റെ എല്ലാ രാത്രിയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും എന്നിട്ട് പ്രവാചകന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാണ് ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. ഏത് റമദാൻ? ഹീന യൽഖാഹു ജിബ്രീൽ വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ ഫയുദാരിസുൽ ഖുർആൻ. റമദാനിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൽപ്പനയുമായി മലക്കുകളിൽ ശ്രേഷ്ഠവാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടികളിൽ ശ്രേഷ്ഠവാനായ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രാത്രികളാണ് റമദാനിലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ റമദാനിൽ എത്രമാത്രം ആ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും അതുവരെ അവതരിച്ചു കിട്ടിയതായ ഖുർആനിന്റെ ഭാഗങ്ങൾ റിവിഷൻ നടത്തുകയായിരുന്നു പതിവ്. പല തവണയായി അതുവരെ വന്നു കിട്ടിയതായ ആയത്തുകൾ പ്രവാചകൻ എല്ലാ റമദാനിലും ആവർത്തിച്ച് പാരായണം ചെയ്യുകയും മനനം ചെയ്യാറുമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ തവണ ആവർത്തിതമായി കൊണ്ട് തന്നെ ആ ഖുർആൻ ഒന്ന് വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ ഇറക്കുവാനായി തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. ആ ഖുർആനെ ഇറക്കുവാനായി തിരഞ്ഞെടുത്തതായ ദിവസമായിരുന്നു ലൈലത്തുൽ ഖദർ. ആ മാസവും ആ രാത്രികളുമെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ ഖുർആനെ കുറിച്ചുള്ളതായ ഓർമ്മകളുമായി കൊണ്ട് അതിനെ സമീപിക്കുവാൻ നിർബന്ധമായി നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹാബാ കിറാമുകൾ വളരെയധികം പ്രാവശ്യം തന്നെ ഖുർആൻ ആവർത്തിച്ച് ഓതുകയും അത് മുഴുവനായി കൊണ്ട് ഓതി തീർക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല ജമഅത്തുൽ ഖുർആൻ
ഫഖറഅതു ബിഹി ഫീ കുല്ലി ലൈലത്തിൻ, ഖുർആൻ സമ്പൂർണമായിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് എല്ലാ രാത്രിയും ഞാൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ വിവരമെത്തി. ഫഖാല ഇന്നി അഖ്ശാ അൻ യതൂല അലൈക സമാനുൻ അൻ തമല്ല, കുറെ കാലം കഴിയുമ്പോ നിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നിനക്ക് ഇതുപോലെ തന്നെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിനക്ക് അലസതയും മടുപ്പും ഉളവാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. യഖറഉഹു ഫീ കുല്ലി ശഹ്റിൻ, അതുകൊണ്ട് ഒരു മാസം കൊണ്ട് ഓതി തീർത്താ മതി. പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഓതി തീർത്താ മതി. റമദാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന്റെ ആദ്യ ദിവസം മുതൽ തുടങ്ങി റമദാൻ അവസാനിക്കുമ്പോഴേക്ക് ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് തീർക്കാൻ, വെറും അധരങ്ങളിലൂടെ അത് കടന്നു പോകുന്നതിന് പകരം തൊണ്ടയിലൂടെ ഇറങ്ങി ഹൃദയാന്തരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള, പഠനാർഹമാകുന്ന രീതിയിൽ അതിനെ ഒന്ന് പാരായണം ചെയ്യുവാൻ, അതിന്റെ ആശയങ്ങളിലൂടെ ഊളിയിട്ട് പോയിക്കൊണ്ട് അതിന്റെ വചനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുവാൻ, ആ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകുവാൻ ഒരു മാസക്കാലം വേണ്ടി വരും. ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. സ്വഹാബി പറഞ്ഞു, റസൂലെ എനിക്കതിനേക്കാൾ കഴിയും. ഖുൽതു യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഅ മിൻ ഖുവതി വശബാബി, റസൂലെ എന്റെ ചെറുപ്പവും എന്റെ ആരോഗ്യവും ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ, അതുകൊണ്ട് കുറച്ചും കൂടി സമയം ചുരുക്കി തരാ. റസൂൽ പറഞ്ഞു, യഖറഉഹു ഫീ കുല്ലി 20, ശരി 10 ദിവസം കൊണ്ട് ഓതി തീർത്തോ, 10 ദിവസം എടുത്തുകൊണ്ട് നീ ഓതി തീർത്തോ. ഖുൽതു യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഅ മിൻ ഖുവതി വശബാബി, റസൂലെ ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഓതി തീർക്കാൻ കഴിയും. ഖാല, അബ് റസൂൽ പറഞ്ഞു, യഖറഉഹു ഫീ കുല്ലി 10, യഖറഉ ഫീ കുല്ലി 7, 7 ദിവസം എടുത്തിട്ട് ഓതിക്കോ, ഒരാഴ്ച കൊണ്ട് ഓതി തീർത്തോ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഅ മിൻ ഖുവതി വശബാബി, ഞാൻ വീണ്ടും പറഞ്ഞു, റസൂലെ 7 ദിവസമൊന്നും വേണ്ട, ഞാൻ ഇരുന്ന് ഓതുകയാണെങ്കിൽ എനിക്ക് 7 ദിവസത്തിന്റെ ആവശ്യമില്ല, അതിലും കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്കിത് തീർക്കാൻ കഴിയും. എല്ലാ രാത്രിയും ഓതി തീർത്തിരുന്ന എനിക്ക് ഒരാഴ്ച സമയം ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ചും കൂടി. ഫഅബാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അപ്പുറത്തേക്ക് അനുവാദം കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ വെറുതെ ഖുർആൻ എടുത്തുകൊണ്ട് വളരെ സ്പീഡിൽ അതങ്ങ് പാരായണം ചെയ്തു പോയി അതിലെ വാക്കുകളും അതിലെ ആയത്തുകളുമൊക്കെ അതിന്റെ അർത്ഥതലങ്ങൾ വരെ മാറി മറിയുന്ന രീതിയിലുള്ള ഉച്ചാരണങ്ങളിലൂടെ അത് ഓതി തീർക്കുന്നതിന് പകരം ഒന്ന് ഒഴിഞ്ഞിരുന്ന് സമയമെടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് അവതരിച്ച് കിട്ടിയതായ വേദഗ്രന്ഥമായിട്ടും പ്രവാചകൻ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്നാ. അല്ലെ, റസൂലാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, റസൂലാണ് ആദ്യം കേൾക്കുന്നത്, റസൂലാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പോലും മറ്റുള്ളവരുടെ പാരായണം ശ്രവിക്കുവാനും ആ പാരായണം കേട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിലൂടെ നാഥനിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള മാർഗങ്ങൾ തേടുന്നയാളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, അതിന് ആ രീതിയിൽ ഞാൻ പാരായണം ചെയ്തതിനേക്കാൾ മനോഹരമായി കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതായ രീതിയിൽ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ളതായ പാരായണങ്ങൾ കേൾക്കാനുള്ളതായ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സ് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ളതായ അവസരങ്ങളാക്കി അതിനെ മാറ്റണം എന്നുള്ളതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. തന്റെ ശിഷ്യനോട് ചോദിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാ. അദ്ദേഹത്തോട് റസൂൽ എനിക്കൊന്ന് ഓതിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ളതായ ചോദ്യം, റസൂലെ യാ റസൂലല്ലാഹ് അഖറഉ അലൈക വഅലൈക ഉൻസിൽ, നിങ്ങൾക്ക് ഇറങ്ങിയതല്ല റസൂലെ ഖുർആൻ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയോ എന്നായിരുന്നു. റസൂൽ പറഞ്ഞു, അതെ. ഖാല നഅം, എനിക്ക് നിങ്ങളിൽ നിന്നും ആ ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾക്കണം. ഞാൻ ഓതിക്കൊടുക്കുകയും അതിന്റെ അർത്ഥതലങ്ങൾ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അള്ളാഹുവിന്റെ മുൻപിൽ തന്നെ കൊണ്ടുവരുന്നതായ രംഗം ആയത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാരായണം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രവാചകന്റെ ചരിത്രമാണ് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലെ, മറ്റുള്ളവരിൽ നിന്നും കേൾക്കാനുള്ളതായ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക.
പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഒരുപാടാണ് അല്ലെ. നാളെ പരലോകത്ത് വരുമ്പോ നമുക്ക് സാക്ഷികളായിക്കൊണ്ട്, നമുക്ക് ശുപാർശകന്മാരായിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്തതായ ഖുർആൻ നാളെ പരലോകത്ത് വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇഖ്റഉ വൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. തന്നെ പാരായണം ചെയ്തവരായ ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയാൻ പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വരും. റസൂൽ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇഖ്റഉ അസ്സഹ്റാവൈൻ, അൽ ബഖറ വസൂറത്ത് ആലി ഇംറാൻ. സഹ്റാവൈനുകൾ നിങ്ങൾ ഓതുക, അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും നിങ്ങൾ ഓതുക. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാൻ ഔ കഅന്നഹുമാ ഖയായതാൻ. താൻ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വലിയ മൂടിക്കെട്ടിയതായ വലിയ പർവ്വതങ്ങൾ കണക്കെ, കാർമേഘങ്ങൾ കണക്കെ നിങ്ങൾക്ക് കടന്നു വരുന്നതായ രണ്ട് വളരെ പ്രധാനപ്പെട്ടതായ സൂറത്തുകളാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാ പറഞ്ഞത്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ വലിയ ആൾക്കാരാണ്. അള്ളാഹു അഭിമാനം പറയുന്ന, അവരെന്റെ ആളുകളാണെന്ന് പടച്ചതമ്പുരാൻ അഭിമാനം പറയുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവരായ ആളുകളായിരിക്കും എന്നുള്ളതാ. ഇന്നലില്ലാഹി അഹ്ലൈനി മിനന്നാസ്. പടച്ചതമ്പുരാന് ജനങ്ങളിൽ നിന്നും രണ്ട് കൂട്ടരുണ്ട്, രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് മൻഹും. സഹാബികൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ ആ രണ്ട് വിഭാഗം? ഖാല ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സ. ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകളായി ഖുർആനെ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും സമയം കണ്ടെത്തിയവരായ ആളുകളുണ്ടല്ലോ, അവരാണ് അഹ്ലുല്ലാഹി വ ഖാസ്സ. അള്ളാഹുവിന്റെ ആളുകള്, അള്ളാഹുവിന് ഏറ്റവും അടുത്തവരും പ്രിയപ്പെട്ടവരുമായി പടച്ചതമ്പുരാൻ കണക്കാക്കുന്നവരായ ആളുകളായിട്ടുണ്ടാവുക ഖുർആനിന്റെ ആളുകളായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചവരായ ആളുകളായിരിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത് അല്ലെ. ആ ഖുർആന്റെ പാരായണത്തെയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനെയും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി കൊണ്ട് ഉപമിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനിൽ ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉത്റുജ്ജ റീഹുഹാ തയ്യിബുൻ വതഉമുഹാ തയ്യിബുൻ. ഉത്റുജ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം പഴമാണ്. നല്ല ഗന്ധവും അതേപോലെ തന്നെ നല്ല രുചിയുമുള്ള മധുരവുമുള്ളതായ. റസൂൽ പറഞ്ഞു, ഖുർആൻ പഠിച്ച് പാരായണം ചെയ്തതായ വിശ്വാസികൾ അതുപോലെയാണ്. അതിന് നല്ല സുഗന്ധം ഉണ്ടായിരിക്കും, ആസ്വദിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നല്ല രുചിയും മധുരവും അതിനുണ്ടായിരിക്കും. വമസലുൽ മുഅ്മിനിൽ ലദീ ലാ യഖറഉൽ ഖുർആന കമസലി തംറ. വിശ്വാസിയാണ്, പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ അവൻ കാരക്ക പോലെയാണ്. എന്തായാലും പ്രത്യേകത, ലാ റീഹ ലഹ വതഅമുഹാ ഹുൽ. സുഗന്ധം ഉണ്ടാവില്ല അതിന്, എന്നാൽ നല്ല രുചിയായിരിക്കും, നല്ല മധുരമായിരിക്കും. ഒരു വിശ്വാസിയായിട്ട് ഖുർആൻ അടിഞ്ഞിട്ട് ഖുർആനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ഈമാനുള്ളവരായി കൊണ്ട് ജീവിച്ച്, പക്ഷേ ആ ഖുർആനിനെ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ജീവിതത്തിൽ സമയം കണ്ടെത്താത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സൗരഭ്യം ഉണ്ടാവൂല, അവന്റെ ജീവിതത്തിന് സുഗന്ധമുണ്ടാവുകയില്ല എന്നാ പരിചയപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം, മസലുൽ മുനാഫിഖ് അല്ലദീ യഖറഉൽ ഖുർആൻ മസലുർ റൈഹാന റീഹുഹാ തയ്യിബുൻ വതഉമുഹാ മുർ. ഖുർആൻ ഓതുന്ന കപട വിശ്വാസി മുനാഫിഖ്, അവനെ സംബന്ധിച്ചിടത്തോളം റൈഹാന പോലെയാണ് അവന്റെ രീതി എന്ന് പറഞ്ഞാല് ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്നും നല്ല സുഗന്ധമുണ്ടായിരിക്കും, പക്ഷെ രുചി വളരെ കയ്പായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസിക്ക് പോലും ആ സൗരഭ്യമുണ്ടാവുമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നവരായ ആളുകളുടെ ജീവിതത്തിലെ ആ സുഗന്ധം നിറഞ്ഞു നിൽക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുക. ഇത് രണ്ടുമില്ലാത്ത, ഈമാനും തിലാവത്തും രണ്ടുമില്ലാത്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കമസലിൽ ഹൻദല, അല്ലെ, അത് ഹൻദല പോലെയാണ്. നമ്മുടെ നാട്ടിലെ കാട്ടങ്ക പോലെയുള്ള ഒരു തരം
പഴന്ന് പറയാൻ പറ്റൂല. വളരെ അതിന്റെ പ്രത്യേകത എന്താ? ലൈസലഹാ റീഹുൻ, ഒരു ഗന്ധമല്ല. നമ്മൾ മണുത്താൽ തന്നെ മനം മടുപ്പിക്കുന്ന രീതിയിലുള്ള മണമാണ് അതിൽ നിന്നുണ്ടാവുക. വതഅമുഹാ മുർ, വളരെ കയ്പുമായിരിക്കും അത്. അല്ലേ? ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിതത്തിൽ സുഗന്ധം ഉണ്ടാവില്ല, അവരെയും കൊണ്ട് വേറെ ആർക്കും ഒരു കാര്യം ഉണ്ടാവില്ല. അവർക്കും ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ഉണ്ടാവില്ല. അല്ലേ? അപ്പോ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുന്നവരായ ആളുകളുടെ ജീവിതത്തിലായിരിക്കും സൗരഭ്യമുണ്ടാവുക, സുഗന്ധമുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും വളരെ പഠിക്കാനും മനസ്സിലാക്കുവാനും പ്രയാസമുള്ളതായ രീതിയിലായിട്ടും ആ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവരായ ആളുകൾക്ക് അതിനും പ്രതിഫലം റസൂൽ വാഗ്ദാനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആൻ നന്നായി പാരായണം ചെയ്യുവാനും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നതന്മാരായ മാലാഖമാർക്ക് തുല്യരാണ്. അല്ലാഹുവിന്റെ മാലാഖമാരോട് ഒപ്പമായിരിക്കും അവരുടെ സ്ഥാനം ഉണ്ടാവുക. വല്ലദീ യഖറഉൽ ഖുർആന വയതതഅതഉ ഫീഹി, ഖുർആൻ അത് പാരായണം ചെയ്യുവാൻ വളരെ പ്രയാസപ്പെടുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഹുവ അലൈഹി ഷാഖ്, അവന് വളരെ കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ അക്ഷരങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് വായിച്ചെടുക്കുവാൻ. അങ്ങനത്തെ അവന് ലഹു അജ്റാൻ, അവന് ഡബിൾ റിവാർഡ് ഉണ്ടായിരിക്കും, 2 പ്രതിഫലം ഉണ്ടായിരിക്കും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിനുള്ളതായ പ്രതിഫലവും ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രയാസപ്പെടുന്നതിന്റെ മേലുള്ളതായ ആ പ്രതിഫലവും അവന് ലഭിക്കുമെന്നുള്ളതാണ്. റസൂൽ പറഞ്ഞു, നമുക്ക് ഒരു ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ എത്രയായിരിക്കും, പക്ഷേ ഈ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന സൽക്കർമ്മങ്ങൾ എത്രയാ? അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരക്ഷരം. അല്ലേ? വലാ ഖുലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നൊരു ഹർഫായിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫ്, അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അങ്ങനെയുള്ള ഓരോ ഹർഫുകൾക്കും 10 പ്രതിഫലം നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. ഏറ്റവും ചുരുങ്ങിയത്. അതിൻ്റെ അപ്പുറം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടി പ്രതിഫലം, ഒരക്ഷരത്തിന് 10 നന്മ ചെയ്ത പ്രതിഫലം. എന്നാലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ ഈ ഒരു മാസക്കാലം കൊണ്ട് മുഴുവനായിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ എത്ര സൽക്കർമ്മം ചെയ്ത ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? എത്ര കിട്ടും? നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. അല്ലേ? കാരണം പരിശുദ്ധ ഖുർആന്റെ ആ ഒരു കണക്കിങ്ങനെ നോക്കിയാൽ മതി. ഒരു മൊത്തം എത്ര അക്ഷരങ്ങൾ അതിൽ കടന്നു വരുന്നുള്ളത്, അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം. ഒരൊറ്റ പേജ് നമ്മൾ ഓതിയാൽ തന്നെ, ഒരൊറ്റ പേജ് നമ്മൾ ഓതിയാൽ തന്നെ എത്ര പ്രതിഫല? 150 പദങ്ങളാണ് ഒരു പേജിൽ ചുരുങ്ങിയതായിക്കൊണ്ടുള്ള. ഒരു 3 അക്ഷരം, അല്ലെ, 3-4 അക്ഷരം ഒരു പദത്തിലായിക്കൊണ്ട് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരൊറ്റ പേജ് ഓതിയാൽ 500 അക്ഷരങ്ങളായി. അഥവാ 5000 സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഒരൊറ്റ പേജ് ഓതുന്നതോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടു. അല്ലെ? അങ്ങനെ എത്ര പേജുണ്ട് പരിശുദ്ധ ഖുർആനിൽ? 600 പേജുകളുണ്ട്. 600 പേജുകളുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ. 600 × 5000 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അല്ലേ? ഏകദേശം 3 മില്യൺ സൽക്കർമ്മങ്ങൾ ചെയ്തതായ പ്രതിഫലം ഒരൊറ്റ തവണ ഖുർആൻ ഓതിയാൽ കിട്ടും. 3 മില്യൺ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ആയുസ് ജീവിക്കണം? അല്ലേ? ഇത് വിശ്വാസികൾക്കായിക്കൊണ്ട് പടച്ച തമ്പുരാൻ നൽകുകയാ. ഈ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാൻ, അതിനെ പഠിക്കുവാൻ, അതിനെ പാരായണം ചെയ്യുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാനായിക്കൊണ്ട് പടച്ച തമ്പുരാൻ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നതായ പ്രതിഫലമായിക്കൊണ്ടാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വെറും ഓത്തിലൊതുക്കാതെ, പാരായണത്തിലൊതുക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ട് അതിൽ നിന്നും ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയതായി മറ്റൊന്നും ഉണ്ടാവില്ല പിന്നെ ജീവിതത്തിൽ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഖുർആൻ എത്രയോ ആളുകളെ, എത്രയോ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നവരായ ആളുകളെ ഈ
ശീതളച്ചായയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചതായ വേദഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിനെ വിമർശിച്ചുകൊണ്ടുള്ളതായ ഗ്രന്ഥരചന നടത്തുവാനായിക്കൊണ്ട് അതിനെ പഠിച്ചവരായ ആളുകളെ പോലും അതിന്റെ ശീതളച്ചായയിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. ആ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായതായ കാലം തൊട്ടുള്ളതിന്റെ ചരിത്രം അതാ. എത്ര ആളുകളാണ് അതിനെ ശക്തമായി കൊണ്ട് വിമർശിച്ചിരുന്നവരായ, എത്ര ആളുകളാണ് ഒടുവിൽ അതിന് അനുകൂലമാവുന്ന രീതിയിൽ രചനകൾ നിർവഹിച്ചുകൊണ്ട് അതിന്റെ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഏത് കോണിലൂടെ നോക്കിയാലും ആ വേദഗ്രന്ഥം അജയ്യമായി ലോകത്ത് നിലനിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അല്ലെ, നമ്മുടെ കയ്യിൽ അകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരായ ആളുകൾക്ക് അതിന്റെ മാധുര്യം നുകരാനുള്ളതായ അവസരം നഷ്ടപ്പെട്ടുകൂടാ ഒരിക്കലും. അല്ലെ, ഇല്ലാതായിക്കൂടാ. ആ വേദഗ്രന്ഥം എന്നുള്ളത് കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ വേദഗ്രന്ഥമാണ്. ചരിത്രപരമായി നോക്കിയാലും, സയന്റിഫിക്കലായിട്ട് ശാസ്ത്രീയമായി കൊണ്ട് നോക്കിയാലും, ഭാഷാപരമായി കൊണ്ട് നോക്കിയാലും, ഏത് കോണിലൂടെ അതിനെ വീക്ഷിച്ചാലും അന്യൂനമായ അജയ്യമായ ഒരു വേദഗ്രന്ഥമായിക്കൊണ്ട് അത് ലോകത്തിന് മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അല്ലെ, ഏത് പുസ്തകം നമ്മൾ എടുത്തു നോക്കിയാലും പലപ്പോഴും അതിന്റെ അവതാരികയിലൊക്കെ ഉണ്ടാവും സ്ഖലിതങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. ചൂണ്ടിക്കാണിക്കണം, സഹൃദയത്തോടു കൂടി പറഞ്ഞാൽ തിരുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങളായിരിക്കും എവിടെയും നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിലൊരു തെറ്റുമില്ല, ഒരൊറ്റ തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിമർശനാത്മകമായ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് ഈ ഗ്രന്ഥത്തെ പഠിക്കാം. എവിടെയെങ്കിലും ഒരു വള്ളി പുള്ളി തെറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അല്ലെ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആനെ കുറിച്ച് എന്തേ നിങ്ങൾ തദബ്ബർ ചെയ്യുന്നില്ല? പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു, രചിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് അതിൽ കാണാമായിരുന്നു. ഒരുപാട് സ്ഖലിതങ്ങൾ അതിൽ കണ്ടെത്താമായിരുന്നു. ആ ഖുർആൻ അജയ്യമായി കൊണ്ട് നിലകൊള്ളുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ്, ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു അബദ്ധം ആ ഖുർആനിലുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചു തരാനുള്ളതായ വെല്ലുവിളി ലോകത്ത് നിലനിൽക്കുന്നു. കഴിഞ്ഞിട്ടില്ല. 1400 കൊല്ലങ്ങളായി ഇസ്ലാമിന്റെ ശത്രുക്കള് എല്ലാ മേഖലയിലും ഞങ്ങളാണ് ഉന്നതിയിൽ നിൽക്കുന്നവരെന്ന്, ഉയർച്ചയിൽ നിൽക്കുന്നവരെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനും സാധിച്ചിട്ടില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയാൻ, അത് ഏത് വശങ്ങളിലൂടെ ആയിരുന്നാലും. അല്ലെ, ഭാഷാപരമായി കൊണ്ട് നോക്കണം നിങ്ങൾ. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ അതിന്റെ സംരക്ഷണം പൂർണ്ണമായി തീരണമെങ്കിൽ തീർച്ചയായും ആ ഭാഷയെയും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അറബി ഭാഷയും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അതിന്റെ മുൻപുമൊക്കെ ലോകത്ത് വളരെയധികം പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന പല ഭാഷകളും ഇന്ന് ലോകത്തില്ല, നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ നാട്ടില് വളരെയധികം പ്രാധാന്യത്തോടുകൂടി സാഹിത്യങ്ങൾ ഇറങ്ങിയിരുന്നതായ ഭാഷയായിരുന്നു സംസ്കൃതം. അല്ലെ, അതിന് ജീവനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആകെ നമ്മളത് കേൾക്കുന്നത് പണ്ട് ആ സംഗതി വാർത്താഹ സുയന്താഹ എന്ന് പറയുമ്പോൾ മാത്ര അങ്ങനെ ഒരു ഭാഷ ഉണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പല ഭാഷകളും അങ്ങനെ അന്യം നിന്ന് പോയിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയായിക്കൊണ്ട് അറിയപ്പെടുന്ന ഫാരിസി ഭാഷ വളരെ ലോകത്ത് കത്തി നിന്നിരുന്ന ഒരു ഭാഷയായിരുന്നു അത്. ഇന്ന് ആ രീതിയിൽ അത് സംസാരിക്കുന്ന വളരെ ചുരുങ്ങിയ ചില ഗ്രാമപ്രദേശങ്ങളല്ലാതെ വേറെ എവിടെയും അതില്ല. ഞാനത് പറഞ്ഞത് പടച്ച തമ്പുരാൻ ഈ പരിശുദ്ധ വേദഗ്രന്ഥം അറബി ഭാഷയിൽ ഇറക്കിയത് കൊണ്ട് തന്നെ ആ ഭാഷയെയും പടച്ച തമ്പുരാൻ അതിന്റെ സാഹിത്യ ചോരണം ഇല്ലാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. അല്ലെ, അന്ന് ഖുർആൻ ഇറങ്ങിയ കാലത്തുള്ള അതേ ഭാഷയാണ് ഇന്നും സാഹിത്യപരമായി കൊണ്ട് പറയുന്നത്. എന്നാൽ ഒരു 100 കൊല്ലം മുമ്പുള്ള, അല്ലെ, വെറും 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ മലയാള ഭാഷയിൽ ഇറങ്ങിയ ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ നിർത്തോക്കൊണ്ടി ഒന്നും മനസ്സിലാവില്ല നമുക്ക്. മലയാളം
ഒന്നും മനസ്സിലാവില്ല അല്ലേ? ഒരു 100,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഷക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളതായ ഭാഷകളിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും അള്ളാഹ് സംരക്ഷിക്കുകയാണത്. ഞാൻ പറഞ്ഞത്, പടച്ചതമ്പുരാൻ ഈ വേദഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഓരോ അക്ഷരങ്ങളിലും അതിന്റെ ഓരോ വചനങ്ങളിലും പടച്ചതമ്പുരാൻ ആ അജയ്യത നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറയാൻ നമുക്ക് സമയം തികയില്ല പലപ്പോഴും. ഖുർആനിന്റെ ഓരോ ശാസ്ത്ര ശാഖകള് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും, അതിനെക്കുറിച്ചുള്ളതായ റിസർച്ചുകൾ. ഖുർആനിലെ സംഖ്യാ കണക്കുകൾ മാത്രം പലപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കോയിൻസിഡന്റ് ഒരു യാദൃച്ഛികമായി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള എത്രയോ അല്ലെ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ് അത് മനസ്സിലാക്കുവാൻ സാധിക്കുക. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 143-ാമത്തെ വചനം. ബഖറയിൽ എത്ര ആയത്തുണ്ട്? 286 ആയത്തുണ്ട് അല്ലെ? 286 ആയത്തുകളുണ്ട്. അതിന്റെ നേർപകുതി അല്ലെ 143-ാമത്തെ ആയത്തിലായിക്കൊണ്ട് തന്നെയാണ് പടച്ചതമ്പുരാൻ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളൊരു മധ്യമ സമൂഹമാണ് എന്നുള്ള ആയത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഉള്ളിലേക്കിറങ്ങി പഠനം നടത്തുന്നവരായ ആളുകൾ അതിലും അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. യൗം എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചത് കൃത്യമായി എത്ര ദിവസങ്ങളുണ്ട് എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ എണ്ണമാണ്. ഷഹ്ർ എന്നുള്ള വാക്ക് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് 12 മാസമാണ് കണക്കാക്കുന്നതെങ്കിൽ 12 തവണയാ ഷഹ്ർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോന്നും ശൈത്താൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കുകളുടെ അതേ എണ്ണം തന്നെ മലായിക്കത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുവാനും ഖുർആൻ. എണ്ണം ഇത് യാദൃച്ഛികമായി കൊണ്ടൊരിക്കലും വരുന്നതല്ല. ഈ ഒരു താദാത്മ്യം ഒരുപാട് മാത്തമാറ്റിക്കലായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന് പോകുന്ന ഒരുപാട് സംഖ്യാപരമായ ശാസ്ത്രം പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു. പുറമെ നമ്മൾ കാണുന്ന ഒരുപാട് മൗണ്ടനോളജി ആയിരുന്നാലും അസ്ട്രോണമി ആയിരുന്നാലും എംബ്രിയോളജി ആയിരുന്നാലും ഏത് തലങ്ങളിലൂടെ നോക്കിയാലും ശാസ്ത്രത്തിന്റെ മുൻപിൽ അജയ്യമായി കൊണ്ട് നിലകൊള്ളുന്ന വേദഗ്രന്ഥം അത് ഖുർആൻ മാത്രം. ചെറിയ ആയത്തുകളിൽ പോലും അല്ലെ പ്രത്യേകം പറഞ്ഞു, പ്രവാചകനെതിരെ കള്ളം പറഞ്ഞ് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന് കൊടുക്കുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞപ്പോ പടച്ചതമ്പുരാൻ പറഞ്ഞു, അവന്റെ കുടുമ ഞാൻ പിടിക്കും അല്ലെ. ആ കള്ള കുടുമ അത് അന്നുള്ള അവന്റെ ആ പ്രകൃതിക്കനുസരിച്ചുള്ള ഒരു പ്രയോഗം മാത്രം. പക്ഷെ ഇന്ന് അതിൽ ഒരുപാട് ശസ്ത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുക. മനുഷ്യന് നേരത്തെ അത് അറിയില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി വരുമ്പോ സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തിയവരായ ആളുകൾ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നു, മനുഷ്യന്റെ സെറിബ്രം, അവന്റെ തലച്ചോറിന്റെ ബ്രെയിനിന്റെ സെറിബ്രം എന്ന് പറയുന്ന അവന്റെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ളതായ ആ സ്ഥലമാണ് അവന്റെ ജീവിതത്തിലുള്ളതായ കാര്യങ്ങളിൽ എങ്ങനെ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് കണക്ക് കൂട്ടുവാനും അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് കൊണ്ട് കള്ളം പറയാനും അതിനനുസരിച്ച് കൊണ്ട് സത്യം പറയാനും അതിനനുസൃതമായി കൊണ്ട് ദേഷ്യം പിടിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ആ ഭാഗമാണ് എന്നുള്ളതാണ്. കുറച്ചോ പറഞ്ഞാൽ അവിടെ ഞാൻ പിടിക്കും. ആ കള്ളം പുറത്തു വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, യാദൃച്ഛികമായി കൊണ്ട് പറഞ്ഞ ഒന്നല്ല, അത് പ്രപഞ്ചനാഥനിൽ നിന്നും അവതീർണമായതിനാൽ സംഭവിച്ചതാണ് അല്ലെ. അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മളെ അത്ഭുതത്തോടുകൂടി മാത്രം നോക്കി നിൽക്കാവുന്ന രീതിയിലുള്ള ആശയ സമ്പുഷ്ടമായ ഈ വേദഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. അതുകൊണ്ട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. സമുദ്രത്തെ കുറിച്ചുള്ളതായ പഠനങ്ങളൊക്കെ അടുത്ത കാലത്താ തുടങ്ങി, അതിലേക്ക് പോണില്ല അല്ലെ. അവിടെ മർജൽ ബഹ്റൈനി യൽതഖിയാൻ എന്നുള്ള ഖുർആനിന്റെ പ്രയോഗത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രങ്ങൾ വളരെ കൃത്യമാ. പടച്ചതമ്പുരാന്റെ ഓരോ പ്രയോഗങ്ങളും ഗോളശാസ്ത്രത്തെ പറ്റി പറഞ്ഞപ്പോ കൊല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി സൂര്യൻ നിൽക്കുകയും അതിനു ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നിരുന്നവരായ ആളുകളൊക്കെ ലോകത്തുള്ള മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരായിക്കൊണ്ട് വാഴ്ത്തപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാം അതിൻ്റെതായ ഓർബിറ്റിലൂടെ വളരെ കൃത്യമായ രീതിയിൽ
ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഖുർആനിന്റെ പ്രയോഗം പോലും, ആ വാക്ക് പോലും, അത് ചലിക്കുന്നു, ഓടുന്നു ഒന്നും അല്ല ഉപയോഗിച്ചത്. പിന്നെ യസ്ബഹൂൻ, അല്ലേ, നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാ. ശാസ്ത്രം പറഞ്ഞു എല്ലാ ഗ്രഹങ്ങളും ഓർബിറ്റിലൂടെ കറങ്ങുന്നത് വെറുതെ അങ്ങനെ കറങ്ങല്ല, പിന്നെ ഇറ്റ്സ് എ വേവിക് മൂവ്മെന്റ് എന്നാണ്, അല്ലെ. ഒരു വേവിക് മൂവ്മെന്റ്, നമ്മൾ നീന്തുമുള്ള അതേ ആ ഒരു ആക്ഷനിലൂടെയാണ് ഇവയെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമയം കണ്ടെത്തുക. ഓതിപ്പോകുന്നതിന് പകരം അതിന്റെ ആശയങ്ങളിലേക്കൊന്ന് ഊളിയിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണം. പടച്ച തമ്പുരാന്റെ ഈ ആയത്തുകൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യാതിരിക്കുന്നവർക്ക് നാശമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ആദ്യമായി ഓതി വെച്ച സൂറത്തുൻ നജ്മിന്റെ വചനങ്ങൾ ഓതുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹഖൂൻ വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ കേട്ടിട്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്തേ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല എന്നുള്ള ആ വചനങ്ങൾ ഓതിയപ്പോ അതാ പ്രവാചകന്റെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്ന മുഴുവൻ അഹ്ലുസ്സുഫയിൽ താമസിച്ചിരുന്ന മുഴുവൻ സഹാബികളും മുഴുവനും കരയാൻ തുടങ്ങി. അവരുടെ കണ്ണുനീര് അവരുടെ കവിൾത്തടങ്ങളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങിക്കൊണ്ടിരുന്നു. ആ അഹ്ലുസ്സുഫക്കാരുടെ തേങ്ങലുകൾ കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും ആ നമസ്കാരത്തിൽ കരയാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞപ്പോ പ്രവാചകന്റെ പിന്നിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ആബാലവൃദ്ധം സഹാബികളും പ്രവാചകനോടൊപ്പം കരയാൻ തുടങ്ങി. നമസ്കാരം കഴിഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായ സഹാബിമാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഹാബികളെ, ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. നരകത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ, നരകത്തിൽ പോകേണ്ടി വരികയില്ല കേട്ടോ. മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, പടച്ച തമ്പുരാനെ കുറിച്ചുള്ളതായ പേടി കൊണ്ട് കരഞ്ഞതായ ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോവേണ്ടി വരികയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് എപ്പോഴെങ്കിലൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ, വയസ്സിൽ എത്ര റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുൻപിൽ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഒരു തവണയെങ്കിലും ഒരിറ്റ് കണ്ണുനീര് എന്റെയും നിങ്ങളുടെയും കണ്ണുകളിൽ നിന്നും താഴെ വീണിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ആശ്വസിക്കുക, നമുക്ക് നരകത്തിൽ പോകേണ്ടി വരൂല. പക്ഷെ അതുണ്ടാവണമെങ്കിൽ, അല്ലെ, കണ്ണുനീര് വരണമെങ്കിൽ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. എങ്കിലേ ആ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകൾ വലുതായി വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് റമദാനിന്റെ ശേഷിക്കുന്നതായ ദിവസങ്ങളെങ്കിലും ഈ ഖുർആനെ കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് മനനം ചെയ്യുവാനുമുള്ള അവസരമായിക്കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അല്ലെ. അതില്ലാതിരുന്നാൽ, ആ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുവാനും അതിന്റെ കാര്യങ്ങൾ പഠിക്കാനുമുള്ളതായ ഒരവസ്ഥ ഇല്ലാതായി തീർന്നാൽ, പടച്ചോൻ പറഞ്ഞു നമുക്ക് ഈ ലോകത്ത് പലതും പടച്ചോൻ തിന്നൂന്ന് വരും. അതുകൊണ്ട് അല്ലെ, ഇവിടെ പലതും നമുക്ക് ലഭിച്ചു എന്ന് വരും. പക്ഷേ പടച്ച തമ്പുരാന്റെ ഈ ദിക്റിൽ നിന്നും ആരെങ്കിലും വഴിമാറി പോകുന്നുവെങ്കിൽ അവന് പടച്ച തമ്പുരാൻ ഒരു ശൈത്താനെ പ്രത്യേകമായി കൊണ്ട് നിശ്ചയിക്കും. അവന്റെ കരീനായി, അവന്റെ സന്തത സഹചാരിയായിക്കൊണ്ട് ഒരു ശൈത്താനെ പടച്ചോൻ വെച്ചിരുന്നു. ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ ശൈത്താനാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരനായി കൊണ്ടുണ്ടാവുക. എന്നിട്ടോ വൈന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ, ആ പിശാചിന്റെ പണി എന്തെന്നോ, എവിടെയൊക്കെ സൽക്കർമ്മങ്ങളിലേക്ക് അവൻ പോകുന്നുണ്ടോ അവിടെയെല്ലാം അവനെ തടഞ്ഞു നിർത്തുക.
നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവന് വേറെ എന്തെങ്കിലും മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അതിന് തടയിടുക. എന്നിട്ടോ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവനിങ്ങനെ ചിന്തിക്കും ചെയ്യും, ഞാൻ കുഴപ്പമില്ലല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, ഞാൻ ഇസ്ലാഹി പ്രവർത്തകനായി, ഞാൻ മുജാഹിദായി, ഞാൻ മുസ്ലിമായി നല്ല നിലക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് അവനിങ്ങനെ തോന്നും ചെയ്യും. അവന് സ്വയം തോന്നും ഞാൻ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും അവനെ തടഞ്ഞു നിൽക്കുന്നതായ ഒരവസ്ഥയാണ് അതിലൂടെ അവൻ ഉണ്ടാവുക എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു അവസരം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സദാസമയവും ആ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും വിട്ടുപോകുന്നവരായ, അതിൽ നിന്നും മറന്നു പോകുന്നവരായ ആളുകളെ സംബന്ധിച്ചും വളരെ കൃത്യമായി കൊണ്ടത് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലും എന്റെ ദിക്റിൽ നിന്നും فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് ആരാണ് പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥം പഠിക്കാനുള്ളതായ അവസരങ്ങൾ മുൻപിലുണ്ടായിട്ട് അതിൽ നിന്നും മാറിപ്പോകുന്നവരാരോ അവരുടെ ജീവിതം നാം അവർക്ക് കുടുസുള്ളതാക്കി തീർക്കും. അവന്റെ ജീവിതം നാം അവന് കുടുസുള്ളതാക്കി തീർക്കും. ടെൻഷൻ അടിക്കുന്ന ജീവിതമായിരിക്കും ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാത്തതായ ആളുകൾക്ക് ഉണ്ടാവുക. അല്ലെ, ഭൗതികമായിട്ട് ഒരുപാട് ഉണ്ടാവും. പഠിച്ചോനത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറെ തരും ചിലപ്പോ. സൂറത്തു അൻആമിന്റെ 44-ാമത്തെ വചനമായി ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അല്ലാഹുവിന്റെ ഈ ദിക്റിൽ നിന്നും അവര് അകന്നു പോയതായ ഒരു സന്ദർഭം വന്നപ്പോ, അതല്ല നസൂ, അവരതിനെ മറന്നു പോയപ്പോ. പലപ്പോഴും മറക്കലാണ് നമ്മള് അല്ലേ. ക്ലാസ്സിന് എന്തേ കാണാൻ ചോദിക്കുമ്പോ മറന്നു എന്നാ പറയാം. പരിപാടിക്കൊന്നും കണ്ടില്ലല്ലോ, ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എന്തേ ഓർമ്മല്ലാതിരുന്നത്? വേറെ ഭൗതികമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓർമ്മല്ലാതായത്, അല്ലാതെ മറന്നതല്ല. അതുകൊണ്ട് പടച്ചോൻ പറയാ നമ്മുടെ ഈ ദിക്റിനെ അവൻ മറന്നു കളഞ്ഞപ്പോ എല്ലാ തരത്തിലുള്ളതായ കാര്യങ്ങളുടെയും കവാടങ്ങൾ നാം അവന്റെ മുമ്പിൽ തുറന്നു കൊടുത്തു. അങ്ങനെ നാം അവന് ഭൗതികമായി നൽകിയതായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവൻ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നായിരിക്കും പിടികൂടുക. വളരെ പെട്ടെന്ന് അവരെ നാം പിടികൂടും. ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോഴാണ് അവർ നിരാശയിൽ അകപ്പെട്ടതാവുക. നിരാശയിൽ അകപ്പെട്ടവരായി തീരുന്ന ഒരു സന്ദർഭമായിരിക്കും അവർക്കപ്പം ഉണ്ടാവുക. അതുകൊണ്ട് മറവി എന്നുള്ളത് പടച്ചോനറിയാം നമ്മൾ എന്തിനാണത് പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് പടച്ചോന് ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ മറന്നു കളഞ്ഞു എന്ന് പടച്ചോന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞാൽ അള്ളാഹ് അവിടെ നിന്ന് ചോദിക്കും. അത് ഇവിടെ നിന്ന് മഈശത്തൻ ലങ്ക മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോഴോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട്, അതിനെ കാണാനുള്ള കണ്ണുണ്ടായിട്ട്, കേൾക്കാനുള്ളതായ ചെവി ഉണ്ടായിട്ട്, സമയമുണ്ടായിട്ട്, അവസരമുണ്ടായിട്ട്, സാഹചര്യമുണ്ടായിട്ട് ഉപയോഗപ്പെടുത്താത്തതായ മനുഷ്യരെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക അഅമാ, അന്ധരായിക്കൊണ്ടായിരിക്കും. കണ്ടു കാണാത്തവരായിട്ട് പരലോകത്ത് വരും. പടച്ചവന് മുമ്പ് പോയിട്ട് ചോദിക്കും, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടിയത്? ഞാൻ കണ്ടു കാണുന്നവനായിരുന്നല്ല നാഥ, എനിക്ക് ഭൂമിയിൽ വെച്ച് കണ്ടു കാണാമായിരുന്നു നാഥ, എന്തിനാണ് എന്നെ അന്ധനായിക്കൊണ്ട് ഉയർത്തെണീപ്പിച്ചതെന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ ആളുകൾ പോയിക്കൊണ്ട് സങ്കടം പറയും. പടച്ചവന്റെ മറുപടി എന്താ? അങ്ങനെ തന്നെ ആയിരുന്നു, നിനക്ക് കണ്ടു കാണാമായിരുന്നു, നിനക്ക് ഞാൻ കണ്ണു തന്നിരുന്നു, പക്ഷേ
അതതക ആയാതുന, എന്റെ വേദഗ്രന്ഥങ്ങളെ പഠിക്കാനുള്ള അവസരം നിന്റെ കൺമുമ്പിൽ വന്നിട്ട് ആ ആയാതുന ഫനസീതഹ, മറന്നു കളഞ്ഞില്ല നീ. അതേ വാക്ക് അവിടെ ഉപയോഗിച്ച് നമ്മള് ഭൗതിക ലോകത്ത് പറയണ അതേ വാക്ക് അല്ലേ, നമുക്ക് മറവിയായിപ്പോയി, മറന്നുപോയി. ആ ഖുർആൻ ക്ലാസ് പോകാൻ, അല്ലെങ്കിൽ ആ ഖുർആൻ പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഖുർആനുമായി കൊണ്ട് ഒന്ന് ബന്ധം സ്ഥാപിക്കാൻ വിട്ടുപോയി. ഓർമ്മ ഉണ്ടായില്ലല്ലേ? വക്കദാലിക്കൽ യൗമ തുൻസ, അതുകൊണ്ട് നിന്നെ എനിക്കും നിന്നെ ഓർമ്മല്ല. വക്കദാലിക്കൽ യൗമ തുൻസ, ഞാനും ഇതാ നിന്നെ വിസ്മൃതിയിലേക്ക് തള്ളിയിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ നമ്മുടെ എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു സന്ദർഭമാണ് സഹോദരന്മാരെ വരാനിരിക്കുന്നത്. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക. ഈ ഖുർആൻ നമ്മളെ അനുകൂലമായും പ്രതികൂലമായും കൊണ്ടും വരും. അള്ളാന്റെ റസൂലാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കുമെതിരെ കംപ്ലൈന്റ് കൊടുക്കുക. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. റബ്ബേ, എന്റെ കൗമിതാ ഈ ഖുർആനിനെ അകന്ന് കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാദാ എന്ന് എനിക്കും നിങ്ങൾക്കുമെതിരെ കംപ്ലൈന്റ് പറയും. നമ്മുടെ വീട്ടില് നമ്മുടെ പണം കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, നമ്മൾ പണം കൊടുത്ത് വാങ്ങി നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഖുർആനിന്റെ സോഫ്റ്റ് കോപ്പികൾ ഉണ്ടല്ലോ, പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അത് വരും. അള്ളാന്റെ മുമ്പിൽ വന്നിട്ട് എനിക്കും നിങ്ങൾക്കുമെതിരെ അവ സാക്ഷി പറയുന്ന രംഗമാണ് നാളെ പരലോകത്ത് വരാനിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ പ്രവാചകന്റെ പരാതിക്ക് അള്ളാഹു നമ്മളെ വിളിക്കുമ്പോ സാക്ഷികളായി വരാനുള്ളത് ഇവയാണ്. എന്റെയും നിങ്ങളുടെയും മൊബൈലിലും നമ്മുടെ ടാബിലും നമ്മുടെ ഐപാഡിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ഒരുപാട് ഐക്കണുകൾക്കിടയിൽ, ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും മറ്റുള്ളതായ മെസ്സഞ്ചറുകളുടെയും എല്ലാം ഐക്കണുകൾക്കിടയിൽ ഖുർആനിന്റെ ഐക്കണ് എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട് ഒരു ദിവസം? എത്ര തവണ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്? വരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കുമെതിരെ സാക്ഷി പറയാൻ നമ്മൾ പണം കൊടുത്തു വാങ്ങിയ മൊബൈൽ വരും. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ആ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാനുള്ളതായ സമയമുണ്ടാക്കി തീർക്കുക, അവസരം നമ്മൾ ഉണ്ടാക്കുക, ഖുർആൻ പഠിക്കുക. അവർക്ക് മാത്രമേ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു പരിശുദ്ധ റമദാനിന്റെ പവിത്രപരമായ നിരാത്രങ്ങൾ പരിശുദ്ധ ഖുർആന്റെ പഠനങ്ങൾക്ക് വേണ്ടി കൂടുതലായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തി കൂടുതൽ പ്രതിഫലം വാരിക്കൂട്ടുവാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നാഥാ, ഇനിയുള്ള ദിവസങ്ങളിലും ധാരാളമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, അമലുകൾ വാരിക്കൂട്ടുവാൻ, നിന്റെ വേദഗ്രന്ഥവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ഇനിയും ഒരുപാട് റമദാനുകൾക്ക് സാക്ഷികളാകുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.